നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനസ്സിൽ സ്നേഹം ഉദിച്ചാൽ നമ്മൾ മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോടും നദിയോടും മലയോടും സംസാരിക്കും. പൂവിനോടും ആകാശത്തോടും ചന്ദ്രനോടും സംസാരിക്കാൻ കഴിയും. ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ ചുറ്റുമുള്ള ആരിലും ഏതിലും ജീവൻ തുടിക്കുന്നതായി അനുഭവപ്പെടും. ഈ ഭൂമിയിൽ പോലും ചവിട്ടാൻ തോന്നില്ല. അതിന് നോവും എന്ന ചിന്ത വരും. പക്ഷി മൃഗാദികളുടെ ഹൃദയം നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഹൃദയം അവയും മനസ്സിലാക്കുന്നതായി നമ്മൾ അറിയും. സ്നേഹത്തിന് പ്രത്യേക ഭാഷയില്ല. ഹൃദയത്തിൻ്റെ ഭാഷയാണ് അത് സംസാരിക്കുന്നത്. സമസ്ത പ്രാണികളോടുമുള്ള സ്നേഹത്തിലൂടെ നമ്മുടെ ഹൃദയം വിശാലമാകുന്നു. സർവ്വതിലും ഈശ്വര ചൈതന്യം വിളങ്ങുന്നത് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയും. നമുക്ക് ചുറ്റുമുള്ള ഓരോന്നിനെയും ഈശ്വരൻ്റെ പ്രതിരൂപമായി നാം ദർശിക്കാൻ തുടങ്ങും. അപ്പോൾ സ്നേഹം പ്രേമമായും പ്രേമം ആരാധനയായും വികസിക്കും. ഒന്നിനെയും നമ്മളിൽ നിന്ന് അന്യമായി കാണാൻ കഴിയില്ല. ആ അനുഭൂതിയിൽ എത്തിയതുകൊണ്ടാണ് പൂർവാചാര്യന്മാർക്ക് സർവം ബ്രഹ്മമയം എന്ന് പറയുവാൻ കഴിഞ്ഞത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണീ സൈവാഹം ന ച ദൃശ്യവസ്ത്വിതി ദൃഢ പ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. തുടർന്ന് ശങ്കര സ്തോത്രാമൃതം. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന 3 അവസ്ഥകളിലൂടെ നിരന്തരം കറങ്ങിക്കൊണ്ടാണ് ജീവന്റെ സ്ഥിതിഗതികൾ. ഓരോ അവസ്ഥയിലും അനുഭവിക്കപ്പെടുന്നവ സത്യമെന്ന് കരുതി ഇഷ്ടാനിഷ്ടങ്ങളെ ധരിച്ചു കഴിയുന്ന ജീവന് ഇഷ്ടപ്രാപ്തിയിൽ സുഖവും അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖവും തുടർന്നുണ്ടാകുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിൽ അവസ്ഥാത്രയങ്ങളെ ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നു. മനീഷ പഞ്ചകത്തിൽ
ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടതരമായി യാതൊരു സംവിത്ത് വികസിതമാകുന്നുണ്ടോ, പ്രകടമാകുന്നുണ്ടോ? യാതൊരു സംവിത്ത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകലത്തിലും കോർക്കപ്പെട്ടിരിക്കുന്നുവോ? യാതൊരു സംവിത്ത് ജഗത് സാക്ഷിയിൽ കോർക്കപ്പെട്ടിരിക്കുന്നുവോ? അതുതന്നെയാണ് എൻ്റെ സ്വരൂപം, അല്ലാതെ ഞാൻ ദൃശ്യവസ്തുവല്ല. ഈ ഒരു ദൃഢമായ ബോധം ആർക്കുണ്ടോ, അയാൾ ചണ്ടാളനാകട്ടെ ദ്വിജനാകട്ടെ ഒരു സംശയവുമില്ല, അയാൾ ഗുരുവാണെന്നാണ് എൻ്റെ നിശ്ചിതമായ ബോധം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അവിടെ നമ്മൾ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്നുള്ള പദമാണ് ചിന്തിക്കുന്നത്. ജാഗ്രത് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ അറിയുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെല്ലാം പിന്തിരിഞ്ഞപ്പോൾ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് അന്ധഃകരണത്തിലുണ്ടാകുന്ന വിഷയത്തോടു കൂടിയ പ്രത്യയമാണ് സ്വപ്നമെന്നും പറഞ്ഞു. വിഷയത്തോടു കൂടിയതാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം സ്വപ്നത്തിലുമുണ്ട്. ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ജാഗ്രതയിൽ കാണാത്തത് ഞാൻ കാണുന്നുവല്ലോ, കേൾക്കാത്തത് കേൾക്കുന്നുവല്ലോ സ്വപ്നത്തിലെന്ന് ചിലർ പറഞ്ഞെന്ന് വരും. ശരിയാണ്, നമ്മളെ മനസ്സിൻ്റെ വൃത്തികളാണല്ലോ സ്വപ്നമായിട്ട് വരുന്നത്. പക്ഷേ ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചേ വരൂ. ഉദാഹരണത്തിന് ജാഗ്രതയിൽ ഞാനൊരു ആനയെ കണ്ടു, ജാഗ്രതയിൽ ഞാനൊരു കാക്കയെ കണ്ടു, സ്വപ്നത്തിൽ ചിലപ്പോൾ ഞാൻ ചിറകുള്ള ആനയെ കാണും, ആന പറന്നു വരുന്നതൊക്കെ കാണും. അപ്പോൾ അത് നമ്മുടെ മനസ്സ് ജാഗ്രത സംസ്കാരത്തിൽ നിന്ന് നേടിയതിനെ ചേർക്കുകയാണ്. അതെല്ലാം സ്വപ്നത്തിലുണ്ടാവും. പക്ഷേ അത് വിഷയത്തോട് കൂടിയതാണെന്നും ജാഗ്രത സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ളതാണെന്നുള്ളതിലും സംശയമില്ല. ഈ രണ്ടവസ്ഥയും കടന്നാലോ നമ്മൾ സുഷുപ്തിയിലേക്കാണ് എത്തുന്നത്. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര. എന്താണ് സുഷുപ്തിയുടെ ലക്ഷണം? സുഷുപ്തിയുടെ ലക്ഷണം യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം എന്നാണ്. ഉറങ്ങിയവൻ ഏതൊരവസ്ഥയിലാണോ ഒരു കാമത്തെയും കാമിക്കാത്തത്, ഒരു സ്വപ്നത്തെയും കാണാത്തത്, ആ അവസ്ഥയാണ് സുഷുപ്തി. ഗാഠം നിദ്ര, ഗാഠമായ ഉറക്കം. ഇങ്ങനെ മൂന്നവസ്ഥകളിലൂടെയാണ് നമ്മൾ പ്രതിദിനം കടന്നു പോകുന്നത്. ഈ മൂന്നവസ്ഥകളിലും സ്ഫുടതരമായിട്ട് സ്പഷ്ടതരമായിട്ട് സംവിത്ത് നിലകൊള്ളുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. സംവിത്തെന്ന് പറഞ്ഞാൽ സമ്യക് വേത്തീതി സംവിത്ത്, നല്ലപോലെ അറിയുന്ന ഭാവമാണ്. അപ്പം ജാഗ്രതയിൽ വിവിധങ്ങളായ വിഷയങ്ങളെ അറിഞ്ഞു, സ്ഥൂലങ്ങളായവയെ. സ്വപ്നത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ അറിഞ്ഞു, സൂക്ഷ്മ വിഷയങ്ങളെ. സുഷുപ്തിയിൽ ആനന്ദത്തെ അറിഞ്ഞു. അവിടെ അറിയുക എന്നുള്ളത് മൂന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുന്ന ഭാവം ഈ മൂന്നിലുണ്ട്. ഇതാണ് പറഞ്ഞത്, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടതരമായി യാതൊരു അറിയുന്ന ഭാവം വികസിതമാണോ, നിലകൊള്ളുന്നുവോ, യാതൊരു സംവിദ്ഭാവം ബ്രഹ്മാദിപിപീലികാന്തതനുഷുപ്രോത, ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവരാശിയിലും തന്നെ യാതൊരു ജീവഭാവം സംവിദ്ഭാവമുണ്ടോ? ജീവന്മാരിൽ ഏറ്റവും ഉയർന്നതായിട്ടാണ് ദേവന്മാരെ പറയുക. ആ ദേവന്മാരിൽ പ്രഥമനായിട്ടാണ് ബ്രഹ്മാവിനെ പറയുക. ബ്രഹ്മാ ദേവാനാം പ്രഥമ സംബഭൂവ എന്ന് ശ്രുതി തന്നെയുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മാദി പറഞ്ഞത്. അവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ ഉറുമ്പ് വരെ എന്ന് പറഞ്ഞു. ഉറുമ്പിനേക്കാൾ താഴോട്ട് പോകാം, നമുക്ക് ഏകകോശ ജീവികൾ വരെ പോകാം, ഏകകോശ സസ്യങ്ങൾ വരെ പോകാം, വിരോധമില്ല, അതൊക്കെ ജീവനാണ്. എങ്കിലും സ്ഥൂലദൃഷ്ടിയ വളരെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ചെറിയൊന്നിനെ പറഞ്ഞു, ഉറുമ്പ്. അപ്പോൾ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എല്ലാത്തിലും അറിയുന്ന ജീവഭാവമുണ്ട്. അവരെല്ലാം അനുകൂലമായതിനെയും പ്രതികൂലമായതിനെയും വേർതിരിച്ച് അറിയുന്നുണ്ട്, അറിവുണ്ട്. അറിവിൽ നിന്നാണ് പ്രവർത്തനം വരുന്നത്. ഇപ്പം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും, അല്ലെങ്കിൽ ഉറുമ്പ് വരെ സകലത്തിലും യാതൊരു സംവിത്ത്, യാതൊരു അറിയുന്ന ഭാവം, ചൈതന്യഭാവം കോർക്കപ്പെട്ടിട്ടുണ്ടോ, അനുസ്യൂതമായിട്ടുണ്ടോ? മൂന്നാമതായിട്ട് പറയുകയാണ്,
യാതൊരു സംവിത്ത് ജഗത് സാക്ഷിണി പ്രോത. ജഗത് സാക്ഷി, ജഗത്തിന് മുഴുവൻ സാക്ഷിയായവൻ ഈശ്വരൻ. ജഗത്തിന് മുഴുവൻ സാക്ഷിയായവൻ ഈശ്വരൻ. ഈശ്വരനിൽ യാതൊരു സംവിത് ഭാവമുണ്ടോ? എല്ലാം അറിയുന്ന ഭാവം. അപ്പം ഇവിടെ എന്നിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിൽ അവസ്ഥാതീതമായി നിലകൊള്ളുന്ന ബോധവും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും ഏകഭാവത്തിൽ കോർക്കപ്പെട്ട ബോധവും ഈശ്വരനിൽ സകലത്തെയും അറിയുന്ന ബോധവും യാതൊന്നാണോ അതൊന്നാണ്. ഈശ്വരൻ്റെ ബോധം വേറെ, ജീവൻ്റെ ബോധം വേറെ എന്നില്ല. ഈശ്വരോപാധിയിലൂടെ പ്രവർത്തിക്കുന്നു സമഷ്ടിയിൽ, ജീവോപാധിയിലൂടെ പ്രവർത്തിക്കുന്നു വേഷ്ടിയിൽ. എല്ലാത്തിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപമേകമാണ്. ആ ചൈതന്യ സ്വരൂപമാണ് ഞാൻ. സാ ഏവ അഹം. ജീവനായും ജഗത്തായും ഈശ്വരനായും എല്ലാം പ്രകാശിക്കുന്ന ബോധമാണ് ഞാൻ, സംവിത്താണ് ഞാൻ. നച ദൃശ്യവസ്തു, അല്ലാതെ ദൃശ്യവസ്തുവല്ല. ശരീരം ദൃശ്യവസ്തുവാണ്, എൻ്റെ എന്ന് നമ്മളാൽ അറിയപ്പെടുന്നതാണ്. ഇന്ദ്രിയങ്ങൾ ദൃശ്യവസ്തുവാണ്, എൻ്റെ എന്ന് നമ്മളാൽ അറിയപ്പെടുന്നവയാണ്. മനസ്സും ബുദ്ധിയും ദൃശ്യവസ്തുക്കളാണ്, എൻ്റെ എന്ന് നമ്മളാൽ അറിയപ്പെടുന്നതാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്നിങ്ങനെ. എൻ്റെ എന്നറിയപ്പെടുന്നത് ഞാനാവില്ല. ഇവയെല്ലാം അറിയുന്ന ബോധസ്വരൂപമാണ് ഞാൻ. അതാണ് സൈവാഹം നച ദൃശ്യവസ്തു. ദൃശ്യങ്ങളെല്ലാം ദൃക്കാകുന്ന എന്നാൽ അറിയപ്പെടുന്നവയാണ്, കാണപ്പെടുന്നവയാണ്. അവയ്ക്കെല്ലാം ഉപരി അവയെ അറിയുന്ന ദൃക്സ്വരൂപമാണ് ഞാൻ. ഇതി ഇപ്രകാരം ദൃഢപ്രജ്ഞ യസ്യാസ്തി. ദൃഢമായ പ്രജ്ഞ ആർക്കുണ്ടോ അവൻ ഗുരുവാണ്. എന്താണ് ഈ ദൃഢപ്രജ്ഞ? നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് അടുത്ത പ്രാവശ്യം ആവട്ടെ. അടുത്തതായി സനാതനധർമ്മമാണ്. ഓം അമൃതേശ്വരി നമഃ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കെട്ടിടത്തിൻ്റെ ടെറസിൽ നടക്കുകയായിരുന്നു. എൻ്റെ സത്സംഗം മലയാളത്തിൽ പറഞ്ഞു പഠിച്ചുകൊണ്ട്. അപ്പോൾ ഒരു കാക്ക പറന്നു വന്ന് കുറച്ച് ദൂരെയായി മാറിയിരുന്നു. അവൻ്റെ കൊക്കിൽ ഒരു വലിയ ഇഡ്ഡലി കഷ്ണമുണ്ട്. ആ കാക്ക ഇഡ്ഡലി കൊത്തി തിന്നുന്നതും നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. പകുതി കഴിഞ്ഞപ്പോൾ അവൻ്റെ വയർ നിറഞ്ഞുവെന്നെനിക്ക് തോന്നി. കാരണം ബാക്കി കഷ്ണം ഇഡ്ഡലി അവൻ്റെ കൊക്കിൽ കൊത്തിയെടുത്തു. ചാടി ചാടി അവനൊരു ചെടി ചട്ടിയുടെ അടുത്തേക്ക് എത്തി. തല ചരിച്ചു ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കി. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ. ഞാനൊരു പ്രശ്നമേ അല്ല എന്ന് അവന് തോന്നിക്കാണും. ചട്ടിക്കുള്ളിൽ ആ കാക്ക ബാക്കിയുള്ള ഇഡ്ഡലി കഷ്ണം ഒളിച്ചു വച്ചു. ആ ഇഡ്ഡലി കഷ്ണം നല്ലവണ്ണം ഒളിച്ചു വയ്ക്കുവാൻ നമ്മുടെ ചങ്ങാതിക്ക് സാധിച്ചു. ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ആ കാക്കയുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് നമ്മൾ മനുഷ്യരെ തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം നമുക്കുമുണ്ട് ഈ ഒരു സ്വഭാവം. ഓരോന്നും ശേഖരിച്ച് കൂട്ടി വയ്ക്കുക എന്നുള്ള സ്വഭാവം. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ എനിക്കൊരു ആകാംക്ഷ വന്നു. പക്ഷെ എന്താണ് നടന്നതെന്നോ? നമ്മുടെ കാക്ക തിരിച്ചു വരുന്നതിന് മുമ്പ് ആ ചെടികൾ നട്ട ബ്രഹ്മചാരിണി ചേച്ചി അവിടെ എത്തി. 2 കൈകളിലും ഓരോ ബക്കറ്റുമുണ്ട്. ഒന്നിൽ നിറയെ ചാണകം, മറ്റേതിൽ വെള്ളം. അവിടെയുള്ള ചട്ടിക്കല്ലിലെല്ലാം ആ ചേച്ചി ആദ്യം തന്നെ ചാണകമിട്ടു. അതിനുശേഷം നല്ലവണ്ണം വെള്ളവും ഒഴിച്ചു. ആ ഇഡ്ഡലി കഷ്ണം ഉണ്ടല്ലോ, ചാണക മിശ്രിതവുമായി കൂടിച്ചേർന്നു. അങ്ങനെ ഇഡ്ഡലി കഷ്ണത്തിൻ്റെ കഥ അവസാനിച്ചു. നമ്മുടെ കാക്ക ഒരു സുഹൃത്തിനെ വിളിച്ച് ഇഡ്ഡലി പങ്കുവച്ചിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുമായിരുന്നില്ല, വെറുതെ പോകുമായിരുന്നില്ല. നമ്മളും ഈ കാക്കയെപ്പോലെ നമ്മുടെ സ്വാർത്ഥതയിൽ പെട്ടുകൊടുങ്ങി കിടക്കുകയല്ലേ? നമ്മൾ സ്വാർത്ഥതയിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇഡ്ഡലി കഷ്ണം മാത്രമല്ല വെറുതെ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോവുകയാണ്. അമ്മ പറയുന്നു, മക്കളെ, സന്തോഷം അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് നമ്മളെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനാകുന്നില്ല. എനിക്ക് വേണം എന്നുള്ള ചിന്തയിൽ
എന്തും നമ്മുടേത് മാത്രമാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു മനസ്സിൻ്റെ ചായ്വ് വിട്ടാൽ മാത്രമേ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമാക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാർത്ഥ മനോഭാവം, മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എന്ത് നേടാനാകുമെന്ന ചിന്ത വെടിയണം. പകരം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് നൽകുവാനാകും, ആ ചിന്ത നമ്മളിൽ ഉണരണ്ടേ. നൽകുവാൻ മനസ്സുള്ളവൻ ഒരു രാജാവാണ്, എടുക്കുവാൻ മാത്രം മനസ്സുള്ളവൻ ഒരു യാചകനും. ഈ ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുമായി എന്തെല്ലാം പങ്കിടാൻ തയ്യാറാകുന്നു എന്നതിലാണ്. കല്ലിനുള്ളിലെ തേൻ പോലെ ആകരുത് നമ്മളുടെ സ്നേഹം. അത് പുറത്തേക്ക് ഒഴുകിയില്ലെങ്കിൽ, മറ്റുള്ളവർക്കായി നാം സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാം തന്നെയാണ് ആദ്യം ദുഃഖിക്കുന്നത്. കാരണം നൽകുന്നതിലും പങ്കിടുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷം. അതാണ് യഥാർത്ഥ ജീവിതം. കൊടുക്കുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അമ്മയുടെ ഒരു നോർത്ത് ഇന്ത്യ യാത്രാ സമയം 100 ആളുകൾ അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഉച്ച സമയത്ത് ഊണ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും അമ്മയുടെ ചുറ്റും ഒരു വയലിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ അമ്മയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു. അമ്മ നമ്മളെ എല്ലാവരെയും സ്നേഹത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് നൽകും? അപ്പോൾ അമ്മയുടെ ഗൃഹസ്ഥ മക്കളുടെ ഹാൻഡ് ബാഗുകളിൽ നിന്നും ബിസ്ക്കറ്റ് പാക്കറ്റുകൾ പുറത്ത് വരാൻ തുടങ്ങി. അമ്മ ഓരോ പാക്കറ്റും തുറന്ന് അതിലെ ബിസ്ക്കറ്റുകൾ എടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഒരു വലിയ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുവാൻ തുടങ്ങി. അങ്ങനെ 2-3 പാത്രങ്ങൾ അമ്മ നിറച്ചു. അതിനുശേഷം അമ്മ ആ പ്ലേറ്റുകൾ വിതരണത്തിനായി പാസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ കഷ്ണം കിട്ടിയില്ലേ എന്ന് ഉറപ്പ് വരുത്തി. എല്ലാവരുടെയും കൈകളിൽ അമ്മയുടെ പ്രസാദം എത്തിയെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ അമ്മയുടെ ഒരു വെസ്റ്റേൺ മകൾ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഒരാൾ അമ്മയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നൽകിയപ്പോൾ അത് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുവാനുള്ള അമ്മയുടെ ആഗ്രഹമറിഞ്ഞ് മറ്റു പലരും അവരുടെ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ അമ്മയ്ക്ക് നൽകി. അമ്മ അത് 100 കഷ്ണങ്ങളാക്കി പങ്കുവച്ചു നമുക്കെല്ലാവർക്കും തന്നു. അങ്ങനെ നമ്മുടെ മനസ്സും നിറച്ചു. ഇത് കാണുമ്പോൾ പണ്ട് കാലത്തെ അത്ഭുത കഥകൾ എനിക്ക് ഓർമ്മ വരുന്നു. കുറച്ച് ഭക്ഷണം കൊണ്ട് കുറേ വയറുകൾ നിറച്ച കഥകൾ. അമ്മേ, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരിക്കലും സംഭവിക്കാനാകാത്തത് സംഭവിക്കുന്നതാണോ? അതോ മറ്റുള്ളവർക്ക് നൽകുവാനായി എല്ലാവർക്കും ഒരുപോലെ മനസ്സ് വരുമ്പോൾ സംഭവിക്കുന്നതാണോ? അമ്മയുടെ ഉത്തരം സുന്ദരമായിരുന്നു. മക്കളെ, സൃഷ്ടിയിലില്ലാത്തത് ഒന്നും പുതിയതായി നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ പങ്കിടാനുള്ള ഒരു മനസ്സ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മളിൽ എല്ലാവരിലും 2 ഭാവങ്ങളുണ്ട്. സ്വാർത്ഥഭാവം, ഇഡ്ഡലി കഷ്ണം പൂഴ്ത്തി വെച്ച നമ്മുടെ കാക്കയുടെ ഭാവം, എല്ലാം നമുക്ക് മാത്രമായി പൂഴ്ത്തി വയ്ക്കുന്ന ഒരു ഭാവം. രണ്ടാമത്തൊരു ഭാവവുമുണ്ട്, നിസ്വാർത്ഥ ഭാവം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഭാവം. നമുക്ക് നിശ്ചയിക്കാം ഇതിൽ ഏതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, ഏതിനെയാണ് നമ്മൾ ശക്തമാക്കേണ്ടത്. അമ്മ പറയുന്നു, മക്കളെ, നൽകുവാൻ പഠിക്കൂ. നൽകുന്നവന് മാത്രമേ എടുക്കുവാൻ അവകാശമുള്ളൂ. നൽകുവാൻ മനസ്സുള്ളവനെ എല്ലാവരും സ്വീകരിക്കും. നമ്മൾ എടുക്കുന്നതും അനുഭവിക്കുന്നതും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീരും. നമ്മൾ നൽകുന്നതും പങ്കുവയ്ക്കുന്നതും എന്നുമെന്നും നമ്മുടെ കൂടെ ഉണ്ടാകും, സംതൃപ്തിയായി, സമാധാനമായി, അഭിവൃദ്ധിയായി. നൽകുന്നതിൻ്റെയും പങ്കുവയ്ക്കുന്നതിൻ്റെയും വെളിച്ചം നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയെ ഇല്ലാതെയാക്കുവാനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരിയേ നമഃ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
പതിവായി നിന്നെ തൊഴുതാൽ പുണ്യം തന്നെ. അറിയാതെ എന്നെ ഞാനാക്കും നിന്നെ അറിയുന്ന വാക്കും പൊന്നേ. തിരുനട തുറന്നാൽ അവിടെയൊന്നിരുന്നാൽ അറിയില്ല ഞാനൊന്നും തന്നെ. ഉദിയന്നുരമ്മേ പതിവായി